ഹായ്, ഇന്ന് നമ്മൾ നമുക്ക് എക്സലില് ഒരുപാട് ഷീറ്റുകൾ, ഇപ്പൊ നമ്മൾ സെയിൽസ് ഡാറ്റ ഒക്കെ ഒരുപാട് ഡിഫറെന്റ് പേജുകളിലായിരിക്കും ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഒരു ഷീറ്റിൽ നിന്ന് ഒരു ഷീറ്റിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പല മെത്തേഡുകളുണ്ട്. മൗസ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഷീറ്റുമ്പോൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ പേജ് അപ്പ് പേജ് ഡൗൺ ഒക്കെ പ്രസ് ചെയ്യാം. ഇതല്ലാത്തൊരു വേറൊരു മാർഗം നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മുടെ പേജുണ്ട്, ഇപ്പൊ ഡിഫറെന്റ് ഷീറ്റുകൾ വരുന്നുണ്ട് അല്ലെ. നമുക്ക് ഇങ്ങനെ മൗസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കാണാൻ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ എന്താ ഷോർട്ട് കൺട്രോൾ പേജ് അപ്പ് പേജിനോട് ഓരോ പേജിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതല്ലാതെ നമുക്ക് വേറൊരു മാർഗമുണ്ട്. നമ്മൾ ഏത് പേജാണോ നമ്മൾ നിൽക്കുന്നത്, ഏത് ഷീറ്റിക്കാണോ പോകേണ്ടത്, അപ്പോൾ ഇവിടെ നെയിം ബോക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നെയിം ബോക്സ് നമുക്കറിയുന്ന നെയിം ബോക്സ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഏത് ഇപ്പം സെയിൽസ് ഡാറ്റയാണ് ഏത് സേവ്, നിങ്ങൾ ആ പേജിന്റെ പേര് ഇവിടെ കൊടുക്കുക. ഞാൻ ഇവിടെ 6 എന്ന പേജ് ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് എൻ്റർ അടിക്കണം, മസ്റ്റായിട്ടും എൻ്റർ അടിക്കണം. അപ്പൊ നമ്മള് ആ പേജിന്റെ പേര് കൊടുത്തു. അതേപോലെ തന്നെ 7 പോയിട്ട് നമ്മൾ അസിസ്മെന്റ് 7 പോയിട്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുത്തു, ഈ പേജ് മാറ്റിയിട്ട് അസിസ് 7 എന്ന് കൊടുത്തു. പേജിൽ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പേര് കൊടുക്കാം കേട്ടോ, എൻ്റർ അടിക്കുക. ഇനി എനിക്ക് ഇവിടെ ഈ നെയിം ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് പേജിക്കാണോ പോകേണ്ടത്, എന്റെ 6ാമത്തെ പേജിക്ക് പോകണം, 6ാമത്തെ പേജിൽ പോകണം. ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്തു, അസിസ് 7 അസിസ്മെന്റ് 7 പേജിക്ക് ഞാൻ എനിക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നെയിം ബോക്സിൽ പേര് കൊടുത്താണ്. പേര് കൊടുത്തതിന് ശേഷം എൻ്റർ അടിക്കുക. ഇതുപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിന് അതേപോലെ തന്നെ പുതിയ അപ്ഡേഷന് വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. സിയാറ്റ് ലേൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായി പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം.